ഒരിക്കലും പ്രതിക്ക് ജാമ്യം കിട്ടാത്ത രീതിയിൽ ഒരു പ്രോസിക്യൂഷൻ വക്കീലിനെ പർച്ചേസും ചെയ്തു. എന്നിട്ടും ശിവദാസന് വേണ്ടി കറുത്ത കോട്ടിട്ട് കോടതിയിൽ വാദിച്ച ആരാന്നറിയാവോ? രമേശയുടെ ഇളയ മകൻ മഹി. സാഹചര്യ തെളിവുകളും പോലീസ് എഫ്ഐആറും പ്രതിയെന്ന് സംശയിക്കുന്ന ശിവദാസനെതിരായതുകൊണ്ടും രാജകുടുംബാംഗമായ ഐശ്വര്യലക്ഷ്മി ശിവദാസനെതിരെ കോടതിയിൽ മൊഴി നൽകിയതുകൊണ്ടും ശിവദാസന്റെ ജാമ്യാപേക്ഷ ഈ കോടതി തള്ളുന്നു. ശിവദാസനെ വീണ്ടും ജയിലിലേക്ക് അയക്കാനും റിമാൻഡ് തീയതി 10 ദിവസം കൂടി നീട്ടുവാനും കോടതി ഉത്തരവിടുന്നു. എന്തായി നരി? ഞാൻ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ലേ? മൂക്ക് കയറിടാനുള്ളിടത്ത് മൂക്ക് കയറിടാൻ ഈ രമാദേവിക്ക് നന്നായിട്ടറിയാം. നരി, ശത്രുവിനോട് ദയ കാണിക്കാൻ പാടില്ല. ദയ കാണിച്ചാൽ ശത്രു പഴയതിലും 10 മടങ്ങ് ശക്തിയിൽ തിരിച്ചുവരും. ശിവദാസന്റെ കാര്യത്തിലും അതുതന്നെയാ എന്റെ നിലപാട്. ജയിൽ ഇടിഞ്ഞു വീണാ പോലും ശിവദാസൻ പുറത്തു വരരുത്. അതിനകത്തിട്ട് തീർക്കണം ശിവദാസനെ. അതിനു മുൻപ് ആ മണിമാല നമ്മൾ തേടിപ്പിടിക്കണം. ദിവ്യശക്തിയുള്ള ആ മണിമാല തേടി തന്നെയാ ഞാനും വേട്ടയ്ക്കിറങ്ങിയത്. ആ ചേച്ചി നേരത്തെ ഒരു മൂക്കയറിന്റെ കാര്യം പറഞ്ഞല്ലോ. അതെ. ആ മൂക്കയർ ഇടാൻ വാങ്ങിച്ച കയറ് ബാക്കിയുണ്ടോ? എന്താന്നരി, നീ എന്നെ കളിയാക്കാണോ? ഞാൻ കളിയാക്കിയൊന്നുമല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞതാ. നമ്മുടെ ചൊൽപ്പടിക്ക് നിൽക്കാതെ കുതിറി ഓടുന്ന കാളക്കൂറ്റനിടാനാണല്ലോ മൂക്കയറ്. ആ കയറ് ബാക്കിയുണ്ടെങ്കിൽ വീട്ടിൽ ചെന്ന് ഏളയ മകൻ മഹിയുടെ മൂക്ക് തുറന്ന് അതിൽ കൂടി ഇട്ടുകൊട് ഒരു മൂക്കയറ്. മഹിക്കോ? നീ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. രമേച്ചി, ഞാനും ചേച്ചിയും കൂടി ചേർന്ന് ശിവദാസന് വേണ്ടി ഒരു വക്കീലും ഹാജരാവാൻ പാടില്ലെന്ന് ചട്ടം കെട്ടിയത് ഓർമ്മയുണ്ടോ? ബാർ അസോസിയേഷൻകാർക്ക് പണം കൊടുത്തും ഭീഷണിപ്പെടുത്തിയ നമ്മളത് സാധിച്ചെടുത്തത്. മാത്രമല്ല, ഒരിക്കലും പ്രതിക്ക് ജാമ്യം കിട്ടാത്ത രീതിയിൽ ഒരു പ്രോസിക്യൂഷൻ വക്കീലിനെ പർച്ചേസും ചെയ്തു. എന്നിട്ടും ശിവദാസന് വേണ്ടി കറുത്ത കോട്ടിട്ട് കോടതിയിൽ വാദിച്ച ആരാന്നറിയാവോ? രമേശയുടെ ഇളയ മകൻ മഹി. അതാ ഞാൻ പറഞ്ഞ ആദ്യം അവന് മൂക്കയറിടാൻ. ഇന്ന് തന്നെ മഹിയുടെ വക്കീൽ കോട്ട് ഒരു പെട്ടി വെച്ച് പൂട്ടണം. ചെല്ല്. രമേശ് ആദ്യം അത് ചെയ്യും. കരയരുത് സീത, കരയണ്ട. നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എല്ലാം കാണുന്ന വലിയൊരു കോടതി മുകളിലുണ്ട്. അവിടെ
അവിടെ എനിക്ക് നീതി കിട്ടും, ഉറപ്പാ. മോളെ, ദാസേട്ടാ, ഏയ് സാരമില്ല മഹി. സത്യത്തിൽ ഞാൻ തോറ്റുപോയത് ദൈവത്തെ പോലെ ഞാൻ കാണുന്ന എന്റെ തമ്പുരാനെയും തമ്പുരാട്ടിയും ഞാൻ കൊന്നു പറഞ്ഞപ്പോഴോ, കള്ളക്കേസിൽ കുടുക്കി എന്നെ ജയിലിൽ അടച്ചപ്പോഴോ അല്ല. ഞാൻ വിശ്വാസവഞ്ചന കാണിച്ചൊന്ന് ഉറക്കം വിളിച്ചു പറഞ്ഞപ്പോഴാ. അവിടെയാ ഞാൻ തോറ്റുപോയത്. അതെ, കേറൂ. മോളെ, വിഷമിക്കല്ലേ. സീത, ശരി, വന്നേ. മഹിയെ പ്രോസിക്യൂഷൻ വക്കീല് തിരക്കുന്നുണ്ട്. ഞാനിപ്പോ വരാം. ഒരാളെ ജീവനോടെ കൊന്നപ്പോ സന്തോഷായില്ലേ? ജനിപ്പിച്ച തന്തയാണെന്ന് പരിഗണന കൊടുക്കണ്ടായിരുന്നു. ആ മനുഷ്യന്റെ കുറെ ഉപ്പും ചോറും തിന്നതിന്റെ നന്ദിയെങ്കിലും കാണിച്ചൂടായിരുന്നോ? എച്ചില് തിന്നുന്ന പട്ടിക്കും കാണും നന്ദി. അതെങ്കിലും ആ മനുഷ്യൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. നമ്മുടെ അമ്മ ഇന്ന് വരെ ആരെയും കുറ്റപ്പെടുത്തി ഞാൻ കണ്ടിട്ടില്ല. ആരെയും നോവിച്ചിട്ടില്ലാത്ത ഈ സ്ത്രീ ഒന്ന് ഉള്ളൊരുക്കി ശപിച്ചാലുണ്ടല്ലോ, നിമിഷ നേരം കൊണ്ട് തകർന്നടിയാനേ ഉള്ളൂ. നുണയിലും ചതയിലും നീ തീർത്ത ഈ സൗഭാഗ്യങ്ങളൊക്കെ. ചിന്നു, ഞാൻ ഇങ്ങനെ മിണ്ടരുത്. മരണത്തെക്കാൾ വലിയ വേദനയാ സ്വന്തം ചോര ചതിക്കുമ്പോ. അതിനി നിങ്ങളും അറിയാൻ പോവാ. ഞാനും അമ്മയും തിരിച്ചെത്തുന്ന സമയം വരെ നിങ്ങളുടെ ചീട്ടുകൊട്ടാരത്തിന് ആയുസുള്ളൂ. സ്വന്തം അച്ഛനെ ചതിച്ചവൾക്ക് കൂടെപ്പിറപ്പ് തരാൻ പോകുന്ന പണി നീ കണ്ടോ? ചിന്നു, നീ അച്ഛനെ സഹായിക്കാൻ കോടതിയിലോട്ട് വരണോന്ന് പറഞ്ഞപ്പോ ഞാൻ ആദ്യം പറ്റില്ലെന്ന് പറഞ്ഞതാ. എന്നിട്ട് ഞാൻ വന്നു. വന്നത് സഹായിക്കാനായിരുന്നില്ലല്ലോ, ചതിക്കാനല്ലേ? അതെ, ഞാൻ കോടതിയിലോട്ട് വന്നത് ചതിക്കാൻ തന്നെയാ. കൊട്ടാരമാശ്രിതൻ ശിവദാസനെതിരെ കള്ളസാക്ഷി പറയാൻ എന്നെ നിർബന്ധിച്ചയച്ചതാ. അച്ഛനെതിരെ കള്ളസാക്ഷി പറയാൻ നിർബന്ധിച്ചയച്ചതോ? സ്വന്തം നിലനിൽപ്പിന് വേണ്ടി എന്ത് നെറുകെട്ട പ്രവൃത്തിയും ചെയ്യാൻ മടിക്കാത്ത എന്റെ ചേച്ചി നുണക്കഥകളുടെ കെട്ട് അഴിക്കണ്ട. അല്ല, ദേ അമ്മയാണ് സത്യം. ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിക്കണം.